ഹലോ, ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ഷാമ്പു എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കുന്നത് നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് ചെടികൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ചെമ്പരത്തിയാണ് വേണ്ടത്. ചെമ്പരത്തിയുടെ ഇലയും എടുക്കുക, പൂവും എടുക്കുക. അപ്പോൾ ചെമ്പരത്തി പൂവൊക്കെ വാടിട്ടോ ഒരു 4 മണി നേരത്തെ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല പൊട്ടിക്കണത്. അപ്പോൾ പൂവും കൂടിയും പൊട്ടിക്കാന്ന് വെച്ചത്. അപ്പോൾ പൂവൊക്കെ വാടി വീണ് കിടക്കുകയാണ്. എന്നാലും ഞാൻ വാടി പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തി പൂവാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ തുളസി ഇലയാണ്. കുറച്ച് തുളസിൻ്റെ ഇല എടുക്കുക, പിന്നെ ചെത്തിപ്പൂവ്. അപ്പോൾ ഇത് 4 ഞാനിവിടെ പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഷാമ്പു ഒന്നല്ലായിരുന്നു, നമ്മുടെ ചെമ്പരത്താലി ഉപയോഗിച്ചിട്ടാണ് മുടിയിലത്തെ മെഴുക്കൊക്കെ കളഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് തേച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തി താളി. അന്നെന്ന് വെച്ചാൽ കല്ലുമലൊക്കെ ഇട്ട് ഉരച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്രത്തോളം തുളസിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിൻ്റെ ഇല, ചെമ്പരത്തിപ്പൂവ്, ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ വന്നപ്പോൾ പൊട്ടിച്ചെടുത്തതാണ്. ഇനി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 4 മണി നേരത്താണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നേരം വെളുത്തിട്ടാണ് ഇത് തലേ തേക്കുള്ളൂ. ഞാനിപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നേരം വെളുത്തിട്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ നന്നായി വാടിപ്പോയിരുന്നു. എന്നാലും ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിൻ്റെ ഇലയും ചെത്തിപ്പൂവും തുളസിയിലൊക്കെ നന്നായി കഴുകി മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കില്ല കേട്ടോ. നന്നായി പിഴിഞ്ഞിട്ടാണ് ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ എടുക്കുന്നത്. വെള്ളം ചേർക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ കറ്റാർവാഴയും കൂടി ഇടയുണ്ട്. കറ്റാർവാഴയിൽ ഞാനൊരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊന്നും കളയില്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഇടാണ് കേട്ടോ ചെയ്യണത്. ഇത് ഇടയെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറ്റാർവാഴ ഇടയുന്നത്. അതുപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ചയും കൂടിയും കിട്ടും കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കണം, കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ ഇനി അരിക്കണമൊന്നുമില്ല. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ സൂപ്പറാണ് കേട്ടോ. ഈ താളി വന്നിട്ട് നമ്മുടെ മുടിയിലത്തെ എല്ലാ മെഴുക്കും പൊക്കോളും, അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും ഈ ഒരു ചെമ്പരത്തി താളി മതിയും. കെമിക്കൽ അടങ്ങിയ ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന താളികൾ എന്നറിയോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയിലത്തെ വെളിച്ചെണ്ണമയൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിക്കോളും. നല്ലൊരു സ്ലൈം പോയിന്റ് കേട്ടോ ഇത് വന്നിട്ട്. കാരണം കറ്റാർവാഴയും കൂടി ആഡ് ചെയ്തപ്പോൾ ശരിക്കും അങ്ങനെ എന്താ പറയുക, സ്ലൈമ പിടിക്കുന്ന പോയിന്റ്. ഇതിലേക്ക് 1 സ്പൂൺ കട്ട തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തൈര് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ തലമുടിയിലത്തെ താരനൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് തൈര് ആഡ് ചെയ്യുന്നത്. ഇത് ആഴ്ചയിൽ 1 വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും, അതുപോലെ തന്നെ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഇവിടെ ഹെയർ പാക്കൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് തലമുടിയിലത്തെ കെട്ടൊക്കെ നന്നായി കളഞ്ഞിരിക്കണം. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ തലമുടിയിൽ തേച്ചിട്ടില്ല കേട്ടോ, കാരണം താളി ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണമയൊക്കെ കളയാൻ പോകല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ പത ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. നല്ല പത കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ താളിക്ക്. സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ 1 വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഉള്ളു കിട്ടുന്നതായിരിക്കും. മുടി കൊഴിച്ചിലൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും. 1/2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ മെഴുക്കില്ല കേട്ടോ. എല്ലാ എണ്ണമയം റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ മുടിയുമ്പോൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി, എല്ലാതും പൊക്കോളും. നന്നായി ഡ്രൈ ആയതിന് ശേഷം മുടി ചീകി കൊടുത്താലും എല്ലാതും മുടിയിൽ വല്ലതും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊക്കോളും. നല്ലൊരു തിളക്കം കൂടിയും കിട്ടിയിട്ടുണ്ട് ഹെയറിന്. ഈ പാക്ക് ആഴ്ചയിൽ 1 വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറി മുടിക്ക് നല്ലൊരു ഉള്ളു കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. ഓക്കെ.